കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കുള്ള അവശ്യ മരുന്നുകളുടെയും ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെയും വിതരണം നിലച്ചു. 90 കോടി രൂപയോളം കുടിശ്ശിക വന്നതോടെയാണ് കമ്പനികൾ വിതരണം നിർത്തിവെച്ചത്. ന്യായവില മരുന്ന് ഷോപ്പുകളിൽ പോലും മരുന്നുകൾ കിട്ടാതായതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് സാധാരണക്കാരായ രോഗികൾ. ദിവസേന നൂറുകണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ന്യായവില മരുന്ന് ഷോപ്പിന്റെ ഇന്നത്തെ അവസ്ഥയാണത്. അവശ്യമരുന്നുകൾ പോലും ഇല്ലാത്തതിനാൽ ആളനക്കമില്ലാത്ത അവസ്ഥ. മരുന്നുകളുടെയും ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെയും വിതരണം നിലച്ചതോടെ ആശുപത്രിയിലെ ശസ്ത്രക്രിയയും രോഗികൾക്കുള്ള മരുന്ന് വിതരണവും തടസ്സപ്പെടുന്ന സാഹചര്യമാണുള്ളത്. കൂടിയ വിലയ്ക്ക് മരുന്നും ശസ്ത്രക്രിയാ ഉപകരണങ്ങളും പുറത്തുനിന്നും വാങ്ങേണ്ട സ്ഥിതിയിലാണ് രോഗികൾ. ഭാര്യാപിതാവിന്റെ ചികിത്സാ ആവശ്യത്തിനായി എത്തിയ പട്ടാമ്പി സ്വദേശി സൈഫുദ്ദീൻ പറയുന്നത് ഇങ്ങനെ: നമുക്ക് വില കൂടിയ മരുന്ന് വരുന്നവർ കൊടുന്നേക്കണില്ല. ഇവർ പറയുന്നത് സർക്കാർ ഞങ്ങൾക്ക് 14 കോടി തരാണ്ട്, 80 കോടി തരാണ്ട്, 60 കോടി തരാണ്ട്, ഓരോവർക്ക് ഒരു 4 എണ്ണം ഉണ്ട് ഇങ്ങനെ ഇൻഷുറൻസിന്റെ മരുന്നുകൾ കൊടുക്കുന്നത്. അവർക്ക് ഓല അത്ര കോടി തരാണ്ട്, ഇത്ര ഓല് ഞങ്ങൾക്ക് സർക്കാർ ഫണ്ട് പാസ്സാക്കി തന്നാലല്ലേ ഞങ്ങൾക്ക് വില കൂടിയ മരുന്ന് ഞങ്ങൾക്ക് കൊടുന്നേക്കാൻ പറ്റുള്ളൂ എന്ന് അവർ പറയുന്നത്. ഞാൻ പറയുന്നത് ഞങ്ങൾക്ക് വീടും കാര്യങ്ങളൊന്നും ഇല്ല, ഞങ്ങൾ ഇത് എന്ത് ചെയ്യും, ഞങ്ങൾക്ക് ഇത് വാങ്ങാനുള്ള പൈസ ഇല്ല. ഈ ഓരോ ഇഞ്ചക്ഷൻ്റെ റേറ്റ് MRP റേറ്റ് നോക്കുക, 5000-ന്റെ 6000-ന്റെ ഇഞ്ചക്ഷന് നമ്മൾ 4 ഒരു ദിവസം വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടുന്ന് എടുത്ത് വെക്കും ഈ പൈസ? വെറുതെ നമ്മളിട്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി കളിപ്പിക്കുക, അങ്ങനത്തെ ഒക്കെ ഒരു കാരണം. അവർക്കും അറിയില്ല, ഡോക്ടർമാർക്കും അറിയില്ല. പുതിയ ഒരു ദിവസം വന്ന ഡോക്ടറല്ല പിറ്റേ ദിവസം വരും. ന്യായവില മരുന്ന് വിതരണ കേന്ദ്രങ്ങളിലേക്ക് മരുന്ന് വിതരണം ചെയ്തതിന് വിതരണക്കാർക്ക് പണം ലഭിച്ചിട്ട് 9 മാസം പിന്നിടുകയാണ്. കഴിഞ്ഞ മാർച്ചിന് ശേഷം 1 രൂപ പോലും ലഭിച്ചിട്ടില്ല. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മരുന്ന് വിതരണം നിർത്തിവെക്കുമെന്ന് നേരത്തെ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ഉൾപ്പെടെ കത്ത് നൽകിയിരുന്നു. അനുകൂല നടപടിയൊന്നും ഉണ്ടാകാതെ വന്നതോടെയാണ് മരുന്നും ശസ്ത്രക്രിയാ ഉപകരണങ്ങളും വിതരണം ചെയ്യുന്നത് വിതരണക്കാർ നിർത്തിവെച്ചത്. പണം കുടിശ്ശികയായതിനെ തുടർന്ന് കഴിഞ്ഞ മാർച്ചിലും മരുന്ന് വിതരണം നിർത്തിവെച്ചിരുന്നു. മാർച്ച് 31-നകം കുടിശ്ശിക നൽകുമെന്ന ഉറപ്പിനെ തുടർന്നായിരുന്നു മരുന്ന് വിതരണം പുനരാരംഭിച്ചത്. എന്നാൽ ആ ഉറപ്പും ലംഘിക്കപ്പെട്ടെന്നാണ് വിതരണക്കാർ പറയുന്നത്. മരുന്ന് ക്ഷാമത്തിൽ പ്രതിഷേധവുമായി യൂത്ത് ലീഗ് രംഗത്തെത്തി. OP ബ്ലോക്കിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച യൂത്ത് ലീഗ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഉടൻ തന്നെ വിതരണക്കാർക്ക് ഫണ്ട് ലഭ്യമാക്കുമെന്ന വിശദീകരണമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതർ നൽകുന്നത്. ന്യൂസ് മലയാളം, കോഴിക്കോട്.